ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു റിമാൻഡിലായിരിക്കുകയാണല്ലോ. നവംബർ 13 വരെ റിമാൻഡിൽ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, അതായത് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒന്നിച്ചിരുത്തി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു. അതിനുശേഷം കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇന്ന് റാന്നി കോടതിയിൽ മുരാരി ബാബുവിനെ വൈകുന്നേരം 3 മണിയോടുകൂടി ഹാജരാക്കുകയുണ്ടായത്. തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല മുരാരി ബാബുവിനെ. അതുകൊണ്ട് തന്നെ കോടതി റിമാൻഡ് നീട്ടുകയായിരുന്നു. ഈ അടുത്ത മാസം നവംബർ 13 തീയതി വരെ റിമാൻഡിൽ തുടരും. അല്പസമയം മുമ്പ് മുരാരി ബാബുവുമായിട്ട് അന്വേഷണ സംഘം ജയിലിലേക്ക് പോയിട്ടുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നുണ്ടാവുക. അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള കാര്യവും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നും കൃത്യമായിട്ട് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മുരാരി ബാബുവിൻ്റെ ആരോഗ്യസ്ഥിതി അടക്കം കണക്കാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ആരോഗ്യ പരിശോധനകൾ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുരാരി ബാബുവുമായിട്ട് അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പോയിരിക്കുകയാണ്. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഒരുപക്ഷെ രേഖപ്പെടുത്തിയേക്കെന്നും, അതായത് ഈ കട്ടളപ്പാളി കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ തന്നെ അന്വേഷണ സംഘം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച മുറയ്ക്ക് ഇന്നലെ പോറ്റിയെയും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഈ കട്ടളപ്പാളി കേസിൽ അറസ്റ്റ് ചെയ്ത് ആ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി തുടർ തെളിവെടുപ്പ് നടപടികൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇനി അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോറ്റിയെ ശബരിമലയിലടക്കം എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടപടികൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്ന വേളയിൽ ഈ ശബരിമലയിലടക്കം തെളിവെടുപ്പ് നടത്തുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ വിവരങ്ങളായിട്ട് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മറ്റു പ്രതികളിലേക്ക് നിലവിൽ ഈ ഘട്ടത്തിലും അന്വേഷണം എത്താതിരിക്കുന്നത് ഒരു വിമർശനത്തിന് കൂടി കാരണമായിട്ടുണ്ട്. ഈ 2 പ്രതികളിൽ മാത്രമായിട്ട് അന്വേഷണം ഒതുങ്ങുന്നുവോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നു. മറ്റു പ്രതികളിലേക്ക് അന്വേഷണം എത്താത്തതിനെ നിലവിൽ ഈ മുരാരി ബാബു അടക്കം അന്വേഷണ സംഘത്തോടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന കോടതിയിലും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ 6ാം പ്രതിയായിട്ടുള്ള തന്നെ അറസ്റ്റ് ചെയ്യുന്നു, തനിക്ക് മുകളിലോട്ടുള്ള പ്രതികൾ 2 മുതൽ 5 വരെയുള്ള പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുരാരി ബാബു അന്വേഷണ സംഘത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം അഭിഭാഷകൻ മുഖേന കോടതിയോടുമൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും സമാനമായി തന്നെ ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിനും അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിനും മുകളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അതായത് മറ്റു പ്രതികളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ വിമർശനമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ ഒരു കാര്യം ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. എന്തായാലും 2 പ്രതികളും നിലവിൽ ഇപ്പോൾ ജയിലിലാണ്. ബാക്കി പോറ്റിയെ തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി തുടർ തെളിവെടുപ്പ് കൂടി നടത്തുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.